എന്താടാ പരിപാടി? ഏ തീരെ കഥല്ല. വെള്ളം കൂടെ കളിക്കണേ. കാലി കൊറേ കാലും കൈകാതെ കയറിക്കണല്ലോ. ഇങ്ങനെയാണ് പള്ളി കയറണ്ടേ? പിന്നെ കണ്ട വെള്ളം കൊണ്ട് കളിക്കണേ. എന്താടാ അവളെ പരിപാടി? വെള്ളം കൊണ്ട് കളിക്കണേ. തീരെ കഥല്ല നിങ്ങക്ക്. അവളോട് എത്ര പറഞ്ഞിട്ട് വെള്ളം കൊണ്ട് കളിക്കരുത്? വെള്ളം കൊണ്ട് കളിക്കണേ. വെള്ളം തീർന്നു പോലെ എടാ പള്ളിയിൽ വരി. പള്ളീന്റെ ഉള്ളിലടാ ഇങ്ങനെ കളിച്ചിനെ. തീരെ കഥല്ല നിങ്ങക്ക്. നിങ്ങൾ അസറിസ്കരിക്കാൻ വേണ്ടി വന്നാലേ. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലല്ല നമ്മുടെ കുട്ടികൾ പള്ളിയിൽ വന്നാൽ അവരോട് പെരുമാറേണ്ടത്. ചെറിയ മക്കളാണ്. നമ്മുടെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയിരുന്നു. ചെറിയ മക്കൾ വരുന്ന സമയത്ത് വികൃതികൾ ഉണ്ടാവും. അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, മോനെ ഇത് പള്ളിയാണ്. ഈ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും വികൃതി ഉണ്ടോ? അതുപോലെ തന്നെ സാധാരണ ഓതു കൊടുക്കുന്ന ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാട്ട കൊണ്ട് ഏറും കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ചെറിയ രീതിയിലൊക്കെ വികൃതികൾ കാണിക്കും. അത് അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അവർക്ക് വീണ്ടും പള്ളിയിലേക്ക് വരാനുള്ള നമ്മുടെ ഉപദേശം കൊണ്ട് വീണ്ടും അവർ പള്ളിയിലേക്ക് വരണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും കുട്ടികൾ പിന്നീട് പള്ളിയിലേക്ക് വരില്ല. അവർ വലിയ പ്രതീക്ഷയിൽ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്തണം, പള്ളിയിൽ വരിക, അതൊക്കെ അവർക്കൊരു താല്പര്യവും കൗതുകവും സന്തോഷം നൽകുന്ന ഒന്നാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ എന്താവണം? ഈ കുട്ടികൾ അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ പള്ളിയിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കാരണം കൊണ്ട് ഈ കുട്ടി ഇനി പള്ളിയിൽ വരാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെയായിരിക്കണം ചിന്തിക്കേണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നബിതങ്ങള് ജബലുർ റഹ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു അഹ്റാബി വന്നു എന്നാണ്. ആ അഹ്റാബി ചോദിക്കുന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, സ്വർഗം കിട്ടണം, അതിനൊരു അമല് പറഞ്ഞു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുത്, നിസ്കരിക്കണം, നോമ്പ് നോക്കണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അവനിൽ ഒരാളെ ചൂണ്ടിയിട്ട്, അവനിൽ എന്തൊരു ഇഷ്ടമുള്ള പ്രവർത്തനമാണോ നിനക്ക് കാണാൻ താല്പര്യം, നിന്നോട് പെരുമാറുന്നത് നിനക്ക് കാണാൻ ഇഷ്ടം, അത് നീ ചെയ്യാം. ഒരു ഉദാഹരണം, ഈ കുട്ടികളോട് വഴക്ക് പറയുക എന്നുള്ള ഇവർ ഇഷ്ടപ്പെടൂല. ഇവരെ നല്ല രീതിയിൽ മിഠായി കൊടുത്തിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇവർക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഉപദേശമാവുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടും. ഇവർ നമ്മൾ ഒരിക്കലും മറക്കൂല. ചില ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇങ്ങനെ മുഖത്തേക്ക് നോക്കും. ആദ്യമായിട്ട് ചിലപ്പോൾ ആ ചെറുപ്പക്കാരന് ഒന്ന് നന്നാവണമെന്ന ആഗ്രഹത്തിൽ വരുന്നതായിരിക്കും. എന്നാലോ നന്നാവാൻ മനുഷ്യന്മാരെ അയക്കണില്ല. മുഖത്ത് നോക്കുക, ആദ്യമായിട്ട് വരികയല്ലേ, അല്ലെങ്കിൽ അവനെ കുറിച്ച് പിന്നീട് ചർച്ച. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആളാണ്, മറ്റുള്ളവരൊന്നും നമ്മളെക്കാൾ ചെറിയ ആളാണ് എന്ന രീതിയിൽ കാണരുത്. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.